വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മുടെ ബേസിക് സയൻസിൽ വളരെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് മിക്സ് ആൻഡ് സെപ്പറേറ്റ്, അല്ലെ? ചേർക്കാം പിരിക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ. ആ അടിപൊളിയായിട്ട് പഠിക്കുക എന്നതുപോലെ തന്നെ അതിനകത്ത് കുറെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഏരിയയും ഉണ്ട്, അല്ലെങ്കിൽ ടോപ്പിക്കും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, മിക്സ്ചേഴ്സ്, മിശ്രിതങ്ങളെ പറ്റിയാണ്. അപ്പൊ നമുക്കറിയാം ചില വസ്തുക്കൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ ആലോചിക്കുക. നമ്മൾ മിക്സ്ചർ എന്നൊന്നും അതിനെ വിളിക്കാറില്ല, അല്ലെ? മിക്സ്ചർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആ മിക്സ്ചർ എന്ന് പറയുന്ന സാധനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിനകത്ത് കടലയുണ്ട്, പരിപ്പുണ്ട്, കറിവേപ്പിലയുണ്ട്, ചുവന്ന നിറത്തിലുള്ള ആളുകളുണ്ട്, മഞ്ഞ കളറിലുള്ള ആളുകളുണ്ട്, അല്ലെ? എല്ലാ ടൈപ്പ് ആളുകളും കൂടെ ഒരുമിച്ചിട്ടേക്കാണ്. അതിനെ കൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ മിക്സ്ചർ, അല്ലെങ്കിൽ യെസ്, അതൊരു മിശ്രിതമാണ്. അപ്പൊ ഈ മിക്സ്ചറിനെ, ഈ മിശ്രിതങ്ങളെ, അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ അതിനകത്ത് ഉണ്ടാവുന്ന ഉറപ്പാണ്, അല്ലെ? ഇതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം, കാരണം വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചറും ഉണ്ട്, നമുക്ക് ഹെട്രോജീനിയസ് മിക്സ്ചറും ഉണ്ട്. അതായത് ഏകാത്മക മിശ്രിതങ്ങളും ഉണ്ട്, നമുക്ക് ഭിന്നാത്മക മിശ്രിതങ്ങളും ഉണ്ട്. ഇത് എന്താണ് ഈ പറയുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ മക്കൾക്ക് വേണ്ട, കാരണം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത് പഠിക്കാൻ പോവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്നു. ആ വെള്ളത്തിലേക്ക് നിങ്ങൾ കുറച്ച് പഞ്ചസാര ചേർത്തു എന്ന് വിചാരിക്കുക, ഷുഗർ ആഡ് ചെയ്തു, നന്നായിട്ട് ഇളക്കി. അപ്പൊ നമ്മുടെ കയ്യിൽ എന്ത് കിട്ടുന്നുണ്ട്? യെസ്, പഞ്ചസാര വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നമ്മൾ എവിടുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും ആ ഒരു വെള്ളത്തിന് ആ ഒരു മധുരം ഉണ്ടാവുന്നുണ്ട്. അതായത് എല്ലാ ഭാഗത്തും നമ്മുടെ പഞ്ചസാരയും വെള്ളവും ഒരേപോലെ ചേർന്നിരിക്കുകയാണ്, അല്ലെ? ഈ പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാലും സെയിം അവസ്ഥയല്ലേ? അവിടെ മധുരത്തിന് പകരം ഉപ്പിന്റെ രുചി നമുക്ക് കിട്ടുന്നേ ഉള്ളൂ, അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മിശ്രിതം നമ്മളെ കയ്യിലുണ്ട്, ഒരു മിക്സ്ചർ നമ്മളെ കയ്യിലുണ്ട്. ഇപ്പൊ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് പഞ്ചസാര ലായനിയാണ്, അല്ലെ? അതായത് അതിനകത്ത് പഞ്ചസാരയും ഉണ്ട്, വെള്ളവും ഉണ്ട്, രണ്ടാളെ നമ്മൾ മിക്സ് ചെയ്തിരിക്കുകയാണ്, അല്ലെ? അതൊരു മിക്സ്ചർ ആണെന്ന് നമുക്ക് ഉറപ്പാണ്, മിശ്രിതമാണെന്ന് നമുക്ക് ഉറപ്പാണ്. എന്നാൽ ആ ഉണ്ടാക്കിയിരിക്കുന്ന മിക്സ്ചർ, ആ ഒരു മിശ്രിതം എവിടെ നിന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? അതായത് നമുക്ക് പറയാം, ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ്സ് ദ സെയിം പ്രോപ്പർട്ടി ത്രൂ ഔട്ട്, അല്ലെ? എന്താണ്? ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണമാണെങ്കിൽ, ഒരേ സ്വഭാവമാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? ഏകാത്മക മിശ്രിതം, ഹോമോജീനിയസ് മിക്സ്ചർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം, അല്ലെ? ഏകം, ഒന്ന് നല്ല അർത്ഥം. അതായത് സംഭവം ഒരു മിക്സ്ചർ ആണ്, ഒരു മിശ്രിതാണ്. കാരണം ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ, അല്ലെ, സബ്സ്റ്റൻസ് അതിനകത്ത് ഉണ്ട്. ഇപ്പൊ പറയുവാണെങ്കിൽ ഷുഗറും വാട്ടറും, ഇപ്പൊ സോൾട്ടിന്റെ കാര്യമാണെങ്കിൽ സോൾട്ടും വാട്ടറും, അല്ലെ? അങ്ങനെയല്ലേ സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് ലായനിയാണെങ്കിൽ. എന്നാൽ നമ്മൾ മൊത്തത്തിൽ ഒന്ന് നോക്കുന്ന സമയത്ത് അതിനെന്താണ്? ഒരേ സ്വഭാവമാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും എല്ലാ ഭാഗത്തും എന്താണ്? ഒരേ സ്വഭാവമാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മള് ഹോമോജീനിയസ് മിക്സ്ചർ അഥവാ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പോ പറഞ്ഞ പഞ്ചസാര ലായനിയും ഉപ്പ് വെള്ളം, അല്ലെ? സോൾട്ട് സൊല്യൂഷനും ഷുഗർ സൊല്യൂഷനും തന്നെ മക്കൾ എന്ത് ചെയ്യുക? ഓർത്തു വെച്ചാൽ മതി. അപ്പൊ എന്തായിരിക്കും ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. നിങ്ങൾ ഇപ്പൊ എടുത്തിരിക്കുന്നത് സോൾട്ടും ഷുഗറും ഒക്കെ അല്ലെ, അതൊക്കെ നമ്മൾ കളഞ്ഞു കേട്ടോ. ഇപ്പൊ നമ്മളെ കയ്യില് ഒരു കയ്യിൽ വെള്ളമുണ്ട്, ഒരു കയ്യിൽ കുറച്ച് മണലിരിപ്പുണ്ട്, സാൻഡ് ഇരിപ്പുണ്ട്. ഞാൻ അതെടുത്ത് എന്ത് ചെയ്യുന്നു? നന്നായിട്ട് വെള്ളത്തിലിട്ട് കലക്കി കേട്ടോ. കലക്കി കഴിഞ്ഞ് കുറച്ച് സമയം വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയോ, നിങ്ങൾ കുറെ മണലൊക്കെ വന്ന് അടിയിൽ അടിഞ്ഞിട്ടുണ്ടാവും. മൊത്തത്തിൽ നമ്മുടെ വെള്ളം ഒരു കലക്ക വെള്ളം, അല്ലെ, ഒരു മഡി വാട്ടർ നമുക്ക് കിട്ടിയിട്ടും ഉണ്ടാവും. ഒരു സ്പൂണ് ഞാൻ നിങ്ങളെ കയ്യിൽ തരുവാണ്. ആ സ്പൂണ് വെച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് കുറച്ച് വെള്ളം എടുത്ത് നോക്കുന്നു, ഇവിടുന്ന് കുറച്ച് വെള്ളം എടുത്ത് നോക്കുന്നു, ഏറ്റവും അടിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് നോക്കുന്നു. ഓരോ പ്രാവശ്യം എടുത്ത സമയത്തും നമ്മുടെ സ്പൂണിൽ കിട്ടിയിട്ടുള്ള വസ്തുക്കളെ നോക്കുക നിങ്ങൾ. വെള്ളവും ഉണ്ടാവും, എന്തായാലും സാൻഡും ഉണ്ടാവും, അല്ലെ? തമ്മിൽ കലർന്നിരിക്കുകയാണ്, മിക്സ് ആക്കി ഇരിക്കുകയാണ്. എന്നാൽ ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക? അല്ല. ഇവിടുന്ന് എടുത്തതിന്റെ അകത്ത് ചിലപ്പോൾ അളവ് കുറവായിരിക്കും, ഇവിടുന്ന് എടുത്തതിന്റെ അകത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആളുകൾ ഉണ്ടായിരിക്കും. ഇനി അടിയിൽ നിന്ന് എടുത്തതിന്റെ അകത്ത് ചിലപ്പോൾ മുഴുവൻ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുള്ള മണലൊക്കെ വന്നിട്ടും ഉണ്ടാവും, അല്ലെ? വ്യത്യാസമായി. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നതും. എന്താണ് ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ? ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെന്റ് പാർട്സ്, അല്ലെ? വ്യത്യസ്ത ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നു? വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നു, സവിശേഷതകൾ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ കാണുന്ന പോലെ ഹെട്രോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചർ ആണ്, ഭിന്നാത്മക മിശ്രിതാണെന്ന് നമുക്ക് പറയാം. എക്സാമ്പിൾ ആയിട്ട് നമ്മളുടെ ചെളി വെള്ളം നിങ്ങൾ ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന സംഭാരം ഇല്ലേ, മോരുവെള്ളം, മോരും ഈ പറഞ്ഞ പോലെ ഉപ്പും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം എന്താണ്? പല രീതിയിൽ മിക്സ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഒന്നിനും എന്തില്ല? പ്രത്യേകമായിട്ടുള്ള ഒരേ സ്വഭാവം ഒന്നുമില്ല, അല്ലെ? ഓരോ സ്പൂണോ ഏതോ ഭാഗത്തുനിന്ന് എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും? അതിനകത്ത് ഈ പറഞ്ഞ ആളുകളുടെ ഒക്കെ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ച് അവിടെയൊക്കെ സ്വഭാവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്, അല്ലെ? സവിശേഷതകൾ മാറുന്നുണ്ട്, പ്രോപ്പർട്ടീസ് മാറുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഹെട്രോജീനിയസ് മിക്സ്ചർ അഥവാ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നത്.
അപ്പൊ നമുക്കറിയാം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ എല്ലാരും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒന്നുമില്ലാടാ, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ വെച്ചൊന്ന് ഓർത്താൽ മതി. ഇപ്പൊ ഷുഗർ സൊല്യൂഷനും ചെളി വെള്ളം എടുക്കുക. നിങ്ങൾ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ഷുഗറും വാട്ടറും ഉണ്ട്, നമുക്ക് ഉറപ്പാണ് അത് മിക്സർ ആണ് അല്ലെ, മിശ്രിതമാണ്. പക്ഷേ അത് തമ്മിൽ കലർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരേ സവിശേഷത, ഒരേ പ്രോപ്പർട്ടി ആണ്. സോ അതിന് നമ്മൾ എന്ത് പറയുന്നു, ഹോമോജീനിയസ് മിക്സർ, ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു. ഇനി ചെളി വെള്ളം ദാ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഓരോ സൈഡിൽ നിന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അല്ലെ, ഒരേ സ്വഭാവം അല്ല എന്നുള്ളത്. അപ്പൊ നമുക്കത് എന്ത് പറയാം, ഹെറ്ററോജീനിയസ് മിക്സർ അഥവാ ഭിന്നാത്മക മിശ്രിതം എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ ചുറ്റുപാടും കാണുന്ന അധിക ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ എന്താണ്, ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ടൈപ്പ് മിക്സ്ചർ ആയിരിക്കും അല്ലെ, മിശ്രിതങ്ങളായിരിക്കും. അതായത് പ്യൂർ സബ്സ്റ്റൻസ്, ശുദ്ധ പദാർത്ഥങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിക്സ്ചേഴ്സ് അഥവാ മിശ്രിതം എന്ന് വിളിക്കുന്നത്. അത് ഹോമോജീനിയസ് ആയിക്കോട്ടെ, ഹെറ്ററോജീനിയസ് ആയിക്കോട്ടെ അല്ലെ, ഏകാത്മകം ആയിക്കോട്ടെ, ഭിന്നാത്മകം ആയിക്കോട്ടെ. അപ്പൊ ചുറ്റുപാട് നിങ്ങൾ ഒന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പലതും എന്ത് തന്നെയാണ്, യെസ് പലതും എന്ത് തന്നെയാണ്, ഈ പറയുന്ന രീതിയിൽ പല ടൈപ്പിലുള്ള മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ദാ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ പറഞ്ഞ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.